ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് പോക്കോ F2 അല്ലെങ്കിൽ ചൈനയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന നമ്മുടെ റെഡ്മി K30 Pro. ആ ഒരു സ്മാർട്ട് ഫോൺ തന്നെയായിരിക്കും മിക്കവാറും ഇന്ത്യയിൽ പോക്കോ F2 എന്ന പേരിൽ ലോഞ്ച് ചെയ്യുന്നത്. സോ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ അപ്പുറത്ത് വരുന്ന ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാം. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6.67 ഇഞ്ച് സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. അതുപോലെ തന്നെ ഒരു നോച്ച്ലെസ് ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് പോപ്പപ്പ് സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് ഡിസ്പ്ലേ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സൈഡും അതുപോലെ തന്നെ റിയർ സൈഡിലും നമുക്ക് ഗ്ലാസ് ബോഡിയാണ് ലഭിക്കുന്നത്. ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനോട് കൂടിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ അലുമിനിയം ഫ്രെയിമുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. ഇനി നമ്മൾ പെർഫോമൻസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 865 ഒക്ടാ കോർ പ്രോസസ്സറാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നോർമൽ 4G സപ്പോർട്ട് ചെയ്യുന്ന ഫോണും അതുപോലെ തന്നെ 5G സപ്പോർട്ട് ചെയ്യുന്ന ഫോണും, അങ്ങനെ രണ്ട് വേരിയൻസിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 10 കസ്റ്റമൈസ്ഡ് MIUI 11 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ റാം 8GB അതുപോലെ തന്നെ 12GB അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇന്റർണൽ സ്റ്റോറേജ് 120GB 256GB അവൈലബിൾ ആയിരിക്കും. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ടൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇനി നമ്മൾ ക്യാമറയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയർ സൈഡിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പ്രൈമറി ആയിട്ട് നമുക്ക് 64 മെഗാപിക്സലിന്റെ മെയിൻ സെൻസർ ആണ് വരുന്നത്. അത് നമ്മുടെ സോണിയുടെ IMX686 സെൻസർ ആണ് വരുന്നത്. f1.9 ആണ് അപ്പർച്ചർ വരുന്നത്. പിന്നെ ഒരു 8 മെഗാപിക്സലിന്റെ ഒരു ടെലിഫോട്ടോ ലെൻസ്, അതിൽ നമുക്ക് 2x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 8 മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ലെൻസും അറ്റ് ലാസ്റ്റ് ആയിട്ട് 2 മെഗാപിക്സലിന്റെ ഒരു മാക്രോ ലെൻസും നമുക്ക് കാണാം. പിന്നെ അതിന് താഴെയായിട്ട് നമുക്കൊരു LED ഫ്ലാഷും കൊടുത്തിരിക്കുന്നത് കാണാം. ഇനി നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ സെൽഫി ക്യാമറയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോപ്പപ്പ് സെൽഫി ക്യാമറയാണ് ഞാൻ നേരത്തെ പറഞ്ഞു. 20 മെഗാപിക്സലാണ് സെൽഫി ക്യാമറ വരുന്നത്. f2.2 ആണ് അപ്പർച്ചർ വരുന്നത്. പിന്നെ പല ലീക്സും പറയുന്നത് ഡുവൽ പോപ്പപ്പ് സെൽഫി ക്യാമറ വരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിനെക്കുറിച്ചുള്ള ഒരു കൺഫേം ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടില്ല. ഇനി നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററിയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ലീക്സിൻ്റെ അടിസ്ഥാനത്തിൽ 2 ഓപ്ഷൻസ് ലഭിച്ചിട്ടുണ്ട്. മിക്കവാറും ഈ ഒരു സ്മാർട്ട് ഫോണിൽ 4700 mAh ബാറ്ററിയോ അതല്ലെങ്കിൽ ഒരു 5000 mAh ബാറ്ററിയോ ആയിരിക്കും വരിക. പിന്നെ 33 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ Type-C പോർട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഒപ്പം 3.5mm ഓഡിയോ ജാക്കും അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും ലഭിക്കുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 4 കളർ വേരിയൻസിൽ അവൈലബിൾ ആണ്: സിൽവർ, ബ്ലൂ, വൈറ്റ്, പർപ്പിൾ. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ റെഡ്മി K30 Pro അതല്ലെങ്കിൽ പോക്കോ F2 എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസും ലോഞ്ചിങ് ഡേറ്റുമാണ്. സോ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ചൈനയിൽ ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്നത് മാർച്ച് 24-നാണ്. സോ ഏകദേശം ഒരു 2 വീക്സിന് ശേഷം നമുക്ക് ഇന്ത്യയിൽ പോക്കോ F2 എന്ന പേരിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം 30,000 രൂപയാണ് ഇതിൻ്റെ 4G വേരിയൻറ്റിൻ്റെ പ്രൈസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മൾ 5G വേരിയൻറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പ്രൈസ് കൂടും. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ പോക്കോ F2 എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അപ്പുറത്ത് വരുന്ന ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാം. സോ നമുക്ക് നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.